നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആർദ്രാജി അജയൻ. നമുക്ക് മുന്നിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസരം എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയാണ്. മെയ് 2-ാം തീയതിയാണ് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ 1-ാം ഘട്ടം നടക്കുന്നത്. മലയാള വിഭാഗത്തിൽ നിന്നും 10-ൽ 10 മാർക്ക് ഉറപ്പിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ വന്നിരിക്കുകയാണ്. 2025 ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മലയാള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2025 തുടർച്ചയായിട്ട് തന്നെയാണ് 2026 നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. പാറ്റേൺ അനുസരിച്ച് തന്നെ നമുക്ക് പഠിച്ചു പോവാം. തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ. 3 ജോഡികൾ തന്നിട്ടുണ്ട്. അതിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ ഏതാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ പാടവം, അതിർത്തി, പഠിതാവ്. 2 വ്യവസ്ഥ, സൃഷ്ടാവ്, ഹാർദം. 3 ശൃംഖല, നിഷ്ഠ, യഥാതഥം. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. പദശുദ്ധിയായിട്ട് ബന്ധപ്പെട്ടതാണ്. പാടവം, പാഠവം എന്നല്ല, പാടവം, കഴിവ് എന്നുള്ള അർത്ഥത്തിലാണ് പാടവം. ശരിയായിട്ടുള്ള പാടവം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് അതിർത്തി, ശരിയാണ്. പഠിതാവ്, പഠിതാവ്, പഠനം എന്നൊക്കെ പറയുന്നത് ശരിയായ പദം തന്നെയാണ്. അടുത്ത വ്യവസ്ഥ, അതെ, വ്യവസ്ഥ, വ്യവസ്ഥ എന്ന് പറയുന്ന പദം ശരിയായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി സൃഷ്ടാവ്, ഏറ്റവും കൂടുതൽ പരീക്ഷയിൽ ചോദിച്ചു കാണുന്ന പദങ്ങളിൽ ഒന്നാണ് സൃഷ്ടാവ്. സൃഷ്ടാവ് ചെയ്യുന്നത് സൃഷ്ടിയാണ്. സൃഷ്ടി എന്ന് നമ്മൾ ദാ ഇങ്ങനെയാണ് എഴുതുന്നത്. എന്നാൽ സൃഷ്ടാവ് എന്ന് എഴുതുന്നത് ദാ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ സൃഷ്ടാവ് എന്ന് പറയുന്ന പദം തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 പദങ്ങളിലെ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് മനസ്സിലാവും. ഹാർദം, ഹാർദം, ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ളത്. അതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ ശരിയായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഹാർദവം തെറ്റാണ്, പകരം ഹാർദം ശരിയാണ്. ഇത് ശരിയായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത 3-ാമത്തെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ശൃംഖല, ശൃംഖലയുടെ ഖ എന്ന് പറയുന്നത് നഖത്തിന്റെ ഖ തന്നെയാണ്. മുഖത്തിന്റെ നഖത്തിന്റെ ഖ തന്നെയാണ്, ശരിയായിട്ട് ആണ് എഴുതിയിരിക്കുന്നത്. അടുത്ത നിഷ്ഠ, നിഷ്ഠ, ശീലം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന നിഷ്ഠ ശരിയായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് യഥാതഥം, യഥാതഥവും ശരിയായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷനിലെ 2-ാമത്തെ പദം മാത്രമാണ് തെറ്റ്. അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. ഇവിടെ നോക്കാം. ഓപ്ഷൻ എ 1, 2 ശരി, ശരിയായിട്ടുള്ളവയാണ്. ബി 2, 3 ശരി. സി 1, 3 ശരി. ഡി 1, 2, 3 ശരി. ഓക്കെ, ഇവിടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി 1, 3 ശരിയാണ്. 1, 3 ശരിയാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതെല്ലാം ശരിയായിട്ടുള്ള പദങ്ങളുടെ എഴുത്ത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ. രണ്ടാമത്തെ ചോദ്യം, മഹോന്നതം പിരിച്ചെഴുതിയാൽ, മഹോന്നതം പിരിച്ചെഴുതിയാൽ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് മഹാ അധികം ഉന്നതം, ബി മഹത് ഉന്നതം, സി മഹോ അധികം ഉന്നതം, ഡി മഹാ അധികം ഉന്നതം. ഇവിടെ മഹത് ഉന്നതം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ മഹോന്നതം പിരിച്ചെഴുതിയാൽ മഹാ അധികം ഉന്നതം ആണ്. മഹാ അധികം ഉന്നതമാണ് മഹോന്നതമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, അധികം ചോദിച്ചു കണ്ടിട്ടില്ലാത്തൊരു പദമാണ് മഹോന്നതം. മഹോന്നതം മഹാ അധികം ഉന്നതമാണ് മഹോന്നതമായിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം, മേദിനി, മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏത്? മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ശരീരം, ഓപ്ഷൻ ബി സുന്ദരി, ഓപ്ഷൻ സി ആകാശം,
ഓപ്ഷൻ ഡി ഭൂമി. അപ്പം മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഭൂമി എന്നുള്ളതാണ്. ഭൂമിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. മേദിനി എന്ന വാക്കിന്റെ സമാന പദം ഭൂമി. ഇത് കൂടാതെ ഭൂമി, മേദിനി എന്നുള്ളത് കൂടാതെ ഭൂമി എന്ന് പറയുന്ന പദത്തിന്റെ മറ്റു പര്യായങ്ങൾ ഏതൊക്കെയാണ്? അവനി, അവനി, ധരണി, അതുപോലെ തന്നെ ജഗത്ത്, ജഗത്ത്, അതുപോലെ തന്നെ പൃഥ്വി, പൃഥ്വി, ധരിത്രി, അതുപോലെ തന്നെ വസുധ, വസുധ. ഇതൊക്കെ നമുക്ക് ഭൂമിയുടെ പര്യായങ്ങളായിട്ട് പറയാൻ പറ്റുന്ന പദങ്ങളാണ്. അപ്പൊ ഏതൊക്കെയാണ്? അവനി, ധരണി, ജഗത്ത്, പൃഥ്വി, ധരിത്രി, വസുധ. ഇതൊക്കെ തന്നെ, ഇതും കൂടുതലും ഉണ്ട്, ഭൂമിയുടെ പര്യായങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പദങ്ങളാണ്. ഇനി ആകാശത്തിന്റെയോ? ആകാശത്തിന്റെ പര്യായങ്ങളായിട്ട് പറയാൻ പറ്റുന്നതാണ് വാനം, അല്ലെ? വാനം, ഗഗനം, വ്യോമം, നഭസ്. ഇതൊക്കെ തന്നെ അമ്പരം, അമ്പരം. ഇതൊക്കെ ആകാശത്തിന്റെ പര്യായങ്ങളായിട്ട് പറയാൻ പറ്റുന്ന പദങ്ങളാണ്. അതുപോലെ തന്നെ സുന്ദരി, രമണി, മനോഹരി. ഇതൊക്കെ നമുക്ക് സുന്ദരിയുടെ പര്യായങ്ങളായിട്ട് പറയാം. ഇനി ശരീരം, ശരീരം എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങളോ? ഗാത്രം, അതുപോലെ തന്നെ ഉടൽ, കളേബരം, അതുപോലെ തന്നെ തനു. ഇതൊക്കെ നമുക്ക് ഏതിന്റെ? ശരീരം എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങളായിട്ട് പറയാൻ പറ്റുന്നതാണ്. ശരീരം, ഗാത്രം, ഉടൽ, കളേബരം, തനു, അതുപോലെ തന്നെ സുന്ദരി, രമണി, മനോഹരി. അതുപോലെ തന്നെ ആകാശത്തിന്റെ പര്യായങ്ങൾ വാനം, ഗഗനം, വ്യോമം, നഭസ്, അമ്പരം. അതുപോലെ തന്നെ ഭൂമിയുടെ പര്യായങ്ങൾ അവനി, ധരണി, ജഗത്ത്, പൃഥ്വി, ധരിത്രി, വസുധ, മേദിനി. അപ്പൊ ഇത്രയൊക്കെ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. ഒരു വാക്യമാണ്. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. സ്വാധീനം എന്ന് പറയുന്ന പദത്തിലാണ് അടിവരയിട്ടിരിക്കുന്നത്. സ്വാധീനം. അപ്പൊ സ്വാധീനം എന്ന് പറയുന്ന പദത്തിലാണ് അടിവരയിട്ടിരിക്കുന്നത്. അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. അപ്പൊ സ്വാധീനത്തിന്റെ വിപരീതം എന്താണെന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. ഓപ്ഷൻ എ അസ്വാധീനം, ബി അന്യാധീനം, സി പരാധീനം, സുസ്വാധീനം, ഡി സുസ്വാധീനം. അപ്പം സ്വാധീനം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദം, സ്വാധീനം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദം എന്ന് പറയുന്നത് പരാധീനമാണ്. സ്വാധീനം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് പരാധീനം എന്നാണ്. സ്വാധീനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം അധീനതയിൽ ഉള്ളത്, സ്വന്തം നിയന്ത്രണത്തിലുള്ളത് എന്നുള്ളതാണ് സ്വാധീനം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം. പരാധീനം പരന്റെ, മറ്റൊരാളുടെ, പരൻ അപരൻ, മറ്റൊരാളുടെ അധീനതയിലുള്ളത്. അപ്പം പരാധീനം, സ്വാധീനം. സ്വാധീനത്തിന്റെ വിപരീത പദം എന്താണ്? പരാധീനം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം. വിലക്കി അധികം ഇല്ല, വിലക്കി ഇല്ല എന്നീ പദങ്ങൾ ചേർത്തെഴുതിയാൽ ഏത് രൂപം കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ വിലക്കില്ല, ഓപ്ഷൻ ബി വിലക്കയില്ല, ഓപ്ഷൻ സി വിലക്കുകയില്ല, ഓപ്ഷൻ ഡി വിലക്കിയില്ല. ഓക്കെ, വിലക്കി അധികം ഇല്ല എന്ന് പറഞ്ഞാൽ വിലക്കിയില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. വിലക്കി അധികം ഇല്ല, വിലക്കിയില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ്. വാക്യശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള വാക്യം ഏത്? ഓപ്ഷൻ എ ജയിൽ മോചനത്തിന് ശേഷം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു. ജയിൽ മോചനത്തിന് ശേഷം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു. ഓപ്ഷൻ ബി ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു.
ഓപ്ഷൻ സി, ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. ഓപ്ഷൻ ഡി, ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷത്തോളം അയാൾ ജീവിച്ചിരുന്നു. ഒന്നാമത്തെ വാക്യം നോക്കാം. ജയിൽ മോചനത്തിന് ശേഷം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു. ഈ 10 എന്ന് പറയുന്ന എണ്ണം കുറിച്ചതിന് ശേഷം വർഷങ്ങളോളം എന്ന് പറയുന്ന വർഷങ്ങളോളം അല്ലെ 10 വർഷത്തോളം എന്ന് എഴുതിയാൽ മതി. വർഷങ്ങളോളം എന്ന് പറയേണ്ട കാര്യമില്ല. ഒരു എണ്ണത്തിന് ശേഷം അതിൻ്റെ എണ്ണത്തെ കുറിക്കുന്ന ഓളം പറയേണ്ട, അല്ല 10 വർഷങ്ങൾ എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ വർഷങ്ങളോളം പകരം 10 വർഷത്തോളം അയാൾ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മതിയാവും. അടുത്തത്, ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു. ഈ ഏകദേശം ഓളം ഒരുമിച്ച് വേണ്ട, അല്ലെങ്കിൽ തന്നെ 10 വർഷങ്ങൾ എന്നും വേണ്ട. ഓക്കെ, ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു എന്നത് മതിയായിരിക്കും. ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു എന്നും മതിയായിരിക്കും. ഓക്കെ, സി നോക്കാം. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷത്തോളം, ഏകദേശം ഓളം വേണ്ട. ഒന്നുകിൽ ഏകദേശം 10 വർഷം അല്ലെങ്കിൽ 10 വർഷത്തോളം, രണ്ടേൽ ഏതെങ്കിലും മതി. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ ജയിൽ മോചനത്തിന് ശേഷം 10 വർഷത്തോളം അയാൾ ജീവിച്ചിരുന്നു എന്ന് മതിയാവും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് ഉത്തരം. അടുത്ത ചോദ്യം, ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക. അപ്പം സ്ത്രീലിംഗ ശബ്ദങ്ങളാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് ശരിയായിട്ടുള്ള സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക. അടുത്ത ചോദ്യം, ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക എന്നുള്ളതാണ്. ശരിയായിട്ടുള്ള സ്ത്രീലിംഗ ശബ്ദം. അപ്പൊ പുല്ലിംഗങ്ങൾ തന്നിട്ടുണ്ട്, സ്ത്രീലിംഗങ്ങളിൽ എവിടെയോ പിഴവുണ്ട്, അത് കണ്ടെത്തുക എന്നുള്ളതാണ്. 1 രക്ഷകൻ രക്ഷിക, 2 സ്വാമി സ്വാമിജി, 3 കാന്തൻ കാന്ത. അപ്പൊ ഇതില് രക്ഷകൻ രക്ഷിക എന്നുള്ളത് ശരിയാണ്. സ്വാമി സ്വാമിജി അല്ല, സ്വാമിനിയാണ്. സ്വാമിനി. സ്വാമി എന്നുള്ളതിൻ്റെ എതിർലിംഗ രൂപം അല്ലെങ്കിൽ സ്ത്രീലിംഗ രൂപം എന്ന് പറയുന്നത് സ്വാമിനിയാണ്. കാന്തൻ കാന്ത തന്നെയാണ്. അപ്പം രണ്ടാമത്തത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 1 2 ശരി, 1 3 2 3 ഉണ്ട്, 1 2 3. ഇവിടെ എന്തൊക്കെയാണ്? 1 3 ശരിയായിട്ടുള്ളതാണ്. 1 3 ശരി. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, ഒറ്റപ്പദം കണ്ടെത്തുക. ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം കണ്ടെത്തുക എന്നുള്ളതാണ്. എല്ലാ പ്രാവശ്യം കുഴപ്പിക്കാനായിട്ട് ഇടയ്ക്കൊക്കെ പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് ഇത് എന്ന് പറയുന്നത്. പ്രേക്ഷകൻ, ഒന്നാമത്തെ ഓപ്ഷൻ, ഓപ്ഷൻ എ പ്രേക്ഷകൻ, ഓപ്ഷൻ ബി പ്രേക്ഷിതൻ, ഓപ്ഷൻ സി പ്രേക്ഷിതൻ, ഓപ്ഷൻ ഡി പ്രേക്ഷകൻ. ഇവിടെ എന്താണ്? കാണുന്നയാൾ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ്. പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അയക്കുന്ന ആൾ എന്നുള്ളതാണ് അർത്ഥം. അയക്കുന്ന ആൾ. ഓക്കെ, പ്രേക്ഷകൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ കാണുന്ന ആൾ. കാണുന്ന ആൾ. കാണുന്ന ആൾ പ്രേക്ഷകൻ, അയക്കുന്ന ആൾ പ്രേക്ഷകൻ. ഒരു കായുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി പ്രേക്ഷിതനുണ്ട്. പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ട ആൾ എന്നുള്ള അർത്ഥമുണ്ട്. പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാൽ കാണപ്പെട്ട ആൾ എന്ന് പറയുന്ന അർത്ഥമുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് പ്രേക്ഷകൻ പ്രേക്ഷകൻ എന്ന് പറയുന്ന 2 പദങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അടുത്ത ചോദ്യം, ടെറിറ്റോറിയൽ ഡോമിനേഷൻ. ടെറിറ്റോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ, ടെറിറ്റോറിയൽ ഡോമിനേഷൻ എന്ന പദത്തിന്റെ മലയാള പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സർവാധിപത്യം, ഓപ്ഷൻ ബി വിദേശാധിപത്യം, ഓപ്ഷൻ സി പ്രാദേശികാധിപത്യം, ഓപ്ഷൻ ഡി ഭീകരാധിപത്യം. ഡോമിനേഷൻ എന്ന് പറയുന്ന പദം, ഡോമിനേഷൻ എന്ന് പറഞ്ഞ പദം ആധിപത്യം എന്നുള്ളതാണ്. ടെറിറ്ററി പ്രാദേശികം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ പ്രാദേശിക ആധിപത്യം എന്നുള്ളതാണ്
ശരിയായിട്ടുള്ള ഉത്തരം. ടെറിറ്റോറിയൽ ഡോമിനേഷൻ, പ്രാദേശിക ആധിപത്യം. ഇപ്പൊ ഇതിനു മുമ്പ് തന്നെ നമുക്ക് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട, ഭരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങളൊക്കെ മലയാളത്തിൽ പരിഭാഷ ചെയ്താൽ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലൊരു ചോദ്യമാണ് പ്രൊസീഡിങ്. പ്രൊസീഡിങ് എന്ന് പറയുന്ന പദത്തിന്റെ പ്രൊസീഡിങ് എന്ന് പറയുന്ന പദത്തിന്റെ മലയാള പരിഭാഷ ഏതെന്ന് ചോദിച്ചു കണ്ടിട്ട്, പ്രൊസീഡിങ് എന്ന് പറഞ്ഞാൽ നടപടിക്രമം എന്നുള്ളതാണ്. നടപടിക്രമം. ഇതിന് മുന്നേ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രൊസീഡിങ്. അതുപോലെ തന്നെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന്റെ മലയാള പരിഭാഷ, ശരിയായ മലയാള പരിഭാഷ എന്താണെന്ന് ചോദിക്കാറുണ്ട്. നിരാക്ഷേപ പത്രം എന്നുള്ളതാണ്. നിരാക്ഷേപ പത്രം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ടെറിറ്റോറിയൽ ഡോമിനേഷൻ, പ്രാദേശിക ആധിപത്യം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത്. ഓപ്ഷൻ എ, കടന്നൽ കൂട്ടിൽ കല്ലെറിയരുത്. ഓപ്ഷൻ ബി, ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവുമുണ്ട്. ഓപ്ഷൻ സി, ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. ഡി, കനൽക്കട്ടയിൽ ഉറുമ്പരിക്കുക. ഇവിടെ ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കൂട്ടിൽ കല്ലെറിയരുത് എന്ന് പറഞ്ഞ പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഒരു മോശം അനുഭവം ഉണ്ടാകും എന്ന് ഉറപ്പുള്ളിടത്ത് നമ്മളൊന്നും ചെയ്യാനായിട്ട് പോകരുത് എന്നുള്ള അർത്ഥത്തിലാണ് കടന്നൽ കൂട്ടിൽ കല്ലെറിയരുത് എന്ന് പറയുന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം. അടുത്ത, ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവും ഉണ്ട്. എന്താണ്? നമ്മൾ ജീവിത സാഹചര്യത്തിൽ എപ്പോഴും പറയുന്നതാണ്, ഒരു പരാജയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിജയം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ടാവും എന്നുള്ളതാണ്. എന്നുള്ള അർത്ഥത്തിലാണ് ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവും ഉണ്ട് എന്ന് പറയുന്ന പഴഞ്ചൊല്ല് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഉണ്ട ചോറ്റിൽ കല്ലിടരുത് എന്നുള്ളതാണ്. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൽ തന്നെ കല്ലും മണ്ണും വാരിയിട്ടത് നശിപ്പിക്കരുത്. നമുക്ക് എങ്ങനെയാണോ സഹായകമാകുന്നത് അതിനെ തന്നെ നശിപ്പിക്കാനായിട്ട് പോകരുത് എന്നുള്ള അർത്ഥമാണ്. നമ്മുടെ ഇവിടുത്തെ ഉത്തരവും അത് തന്നെയാണ്. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നുള്ളതാണ്. പിന്നെ അതിനോട് ചേർന്ന, ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്ന് പറയുന്ന വാക്യത്തിനോട് ചേർന്നൊരു പഴഞ്ചൊല്ലെന്ന് പറയുന്നത് പാല് തന്ന കൈക്ക് തന്നെ കൊത്തു കൊടുക്കുക എന്ന് പറയുന്ന ഒരു രീതി നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പാല് തന്ന കൈക്ക് തന്നെ കൊത്തരുത് എന്ന് പറയാറുണ്ട്. പാല് കൊടുത്ത് കൈക്ക് തന്നെ കൊത്തരുത് എന്നും പറയാറുണ്ട്. അപ്പൊ ഉണ്ട ചോറ്റിൽ കല്ലിടരുത് എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഉണ്ട ചോറ്റിൽ കല്ലിടരുത്, ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് സ്ഥിരമായിട്ട് വരുന്ന ഒരു പാറ്റേൺ ചോദ്യമാണ്. ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ എന്നുള്ളതാണ് ഒറ്റപ്പദം. തിതീർഷ എന്നുള്ളതിന്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ് ചോദ്യം. തിതീർഷ. ഓപ്ഷൻ എ, മാർഗം തെളിയിക്കുന്ന ആൾ. ഓപ്ഷൻ ബി, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ഓപ്ഷൻ സി, അപവാദം പറയുന്ന ആൾ. ഓപ്ഷൻ ഡി, തരണം ചെയ്യാനുള്ള ഇച്ഛ എന്നുള്ളതാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് തരണം ചെയ്യാനുള്ള ഇച്ഛ എന്നുള്ളതാണ്. തരണം ചെയ്യാനുള്ള ഇച്ഛ, ആഗ്രഹം. തരണം ചെയ്യാനുള്ള ആഗ്രഹമാണ് തിതീർഷ എന്ന് പറയാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് പറയാവുന്നതാണ് ഉത്പതിഷ്ണു എന്ന് പറയുന്ന ഒരു ഉത്പതിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്പതിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം ആഗ്രഹിക്കുന്ന ആളിനെയാണ് നമ്മൾ ഉത്പതിഷ്ണു എന്ന് പറയുന്നത്. മാറ്റം ആഗ്രഹിക്കുന്ന ആൾ ആണ് ഉത്പതിഷ്ണു. അതുപോലെ തന്നെ മുമുക്ഷു എന്ന് പറഞ്ഞാൽ ആരാണ്? മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ. ഈ അവസരത്തിൽ ഈ ഒരു രണ്ട് കാര്യങ്ങളോട് ഓർത്തു വെക്കുക. അപ്പൊ തിതീർഷ എന്ന് പറഞ്ഞാൽ തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തിതീർഷ. ഇനി ഉത്പതിഷ്ണു എന്ന് പറഞ്ഞാൽ മാറ്റം ആഗ്രഹിക്കുന്ന ആളാണ് ഉത്പതിഷ്ണു. മുമുക്ഷു എന്ന് പറഞ്ഞാൽ
മോക്ഷം ആഗ്രഹിക്കുന്ന ആളാണ് മുമുക്ഷു. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ജംഗമം സ്ഥാവരം, ഓപ്ഷൻ ബി വൃഷ്ടി സമഷ്ടി, ഓപ്ഷൻ സി മണ്ഡനം ഖണ്ഡനം, ഓപ്ഷൻ ഡി ഉഗ്രം അത്യുഗ്രം. ജംഗമം സ്ഥാവരം. സ്ഥാവരം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ചലനമില്ലാത്തതിനെയാണ് സ്ഥാവരം എന്ന് പറയുന്നത്. സ്ഥാവരം എന്ന് പറഞ്ഞാൽ സ്ഥാപരമല്ല, സ്ഥാവരം. സ്ഥിതി ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? അല്ലെങ്കിൽ ചലിക്കാൻ സാധിക്കാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥാവരം എന്ന് പറയുന്നത്. ജംഗമം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? ചലിക്കാൻ സാധിക്കുന്നത്. എന്താണ്? ചലിക്കാൻ സാധിക്കുന്നതാണ് ജംഗമം. നമ്മൾ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം കൊണ്ടുപോയിക്കൊള്ളണം എന്ന് പറയാറുണ്ട്. എന്നാൽ സ്ഥാവരത്തിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് കാരണം സ്ഥിതി ചെയ്യുന്നതാണ്. ചലിക്കാൻ സാധിക്കാത്തതിനെയാണ് നമ്മൾ സ്ഥാവരം എന്ന് പറയുന്നത്. ജംഗമം, ചലിക്കാൻ സാധിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ജംഗമം എന്ന് പറയുന്നത്. ഉദാഹരണം വീട്, മരം, ഇതൊക്കെ സ്ഥാവരങ്ങളാണ്. പാത്രം, കലം, ചട്ടി, ഇതൊക്കെ ജംഗമങ്ങളാണ് എന്ന് പറയാം. ഇനി വൃഷ്ടി സമഷ്ടി. വൃഷ്ടി എന്ന് പറയുന്ന വാക്കിന്, വൃഷ്ടി എന്ന് പറയുന്ന പദത്തിന് മഴ, വർഷം എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. ഇവിടെ വൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരംശത്തെ സൂചിപ്പിക്കുന്നത്, ഇൻഡിവിജ്വൽ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ വൃഷ്ടി എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. സമഷ്ടി ആകുമ്പോൾ എന്താണ്? കളക്റ്റീവ്, മൊത്തത്തിലുള്ളത് എന്നുള്ള അർത്ഥത്തിൽ, കളക്റ്റീവ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സമഷ്ടി എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. ഇൻഡിവിജ്വൽ ഒറ്റയ്ക്കുള്ളത് അല്ലെങ്കിൽ വ്യക്തിപരമായത് എന്നുള്ള അർത്ഥം, മറ്റേത് മൊത്തത്തിലുള്ളത് അല്ലെങ്കിൽ മൊത്തം ഉൾച്ചേർന്നത് എന്നുള്ള അർത്ഥമാണ് സമഷ്ടി. ഓക്കെ ആണോ? അപ്പൊ വൃഷ്ടി സമഷ്ടി. ജംഗമം സ്ഥാവരം ശരിയായിട്ടുള്ള ജോഡികൾ തന്നെയാണ്. വൃഷ്ടി സമഷ്ടി ശരിയായിട്ടുള്ള ജോഡികൾ തന്നെയാണ്. മണ്ഡനം ഖണ്ഡനം നമ്മുടെ കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. ഖണ്ഡനത്തിന്റെ വിപരീത പദം ഏത് എന്നുള്ളത്. ഖണ്ഡനം, മണ്ഡനം. ഓക്കെ, ഖണ്ഡനം, മണ്ഡനം. ഖണ്ഡിച്ചു പറയുക, എപ്പോഴും എതിർത്ത് പറയുക. മണ്ഡനം എന്ന് പറഞ്ഞാൽ എപ്പോഴും പരിപോഷിപ്പിച്ച് പറയുക എന്നുള്ള അർത്ഥത്തിലാണ്. ഖണ്ഡന വിമർശനം, മണ്ഡന വിമർശനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എല്ലാത്തിനെയും നല്ലതെന്ന് പറയുന്ന വിമർശനമാണ് മണ്ഡന വിമർശനം. എല്ലാത്തിനെയും ഖണ്ഡിച്ച് അല്ലെങ്കിൽ എതിർത്ത് പറയുന്നതാണ് ഖണ്ഡന വിമർശനം എന്ന് പറയാറ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഓർക്കുക, ഖണ്ഡനം, മണ്ഡനം. അടുത്ത ഉഗ്രം അത്യുഗ്രം. ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉഗ്രം അത്യുഗ്രം എന്നുള്ളതാണ് നമ്മുടെ കൂട്ടത്തിൽ പെടാത്തത്. ഉഗ്രം അത്യുഗ്രം എന്നുള്ളതാണ് നമ്മുടെ കൂട്ടത്തിൽ പെടാത്തത്. എന്താണ്? ഉഗ്രം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് ശാന്തം എന്നാണ്. എന്താണ്? ഉഗ്രം എന്ന് പറയുന്ന ഉഗ്രരൂപിണി അല്ലെങ്കിൽ ശാന്ത സ്വരൂപിണി എന്ന് പറയാറുണ്ട്. ഉഗ്രം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദം എന്ന് പറയുന്നത് ശാന്തം എന്നുള്ളതാണ്. എന്താണ്? ഉഗ്രം ശാന്തം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഇതും കഴിഞ്ഞ ദിവസത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? മിടുക്കർ, വൈദ്യർ, സ്ത്രീകൾ, നദികൾ. നമുക്ക് അറിയാം പൂജക ബഹുവചനം എന്ന് പറയുന്നത് ബഹുവചനം കൂടെ ഉണ്ടെങ്കിലും ഒരാളെ മാത്രമാണ്. നമ്മളെ ഈ കാണുമ്പം ബഹുവചനം കൂടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അർത്ഥത്തിൽ പുറത്ത് മാത്രമാണ് ബഹുവചനം ഉള്ളത്. പക്ഷെ അർത്ഥം കൊണ്ട് ഒരാളെ സൂചിപ്പിക്കുന്നതാണ് പൂജക ബഹുവചനം. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടും. മിടുക്കർ എന്ന് പറയുന്നത് മിടുക്കിയും മിടുക്കന്മാരും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ അത് ബഹുവചനമാണ്. വൈദ്യർ എന്ന് പറയുന്നത് ഒരാളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. വൈദ്യർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി സ്ത്രീകൾ എന്ന് പറയുന്നത് ഒന്നിലധികം പേരുണ്ട്. നദികൾ എന്ന് പറയുന്നതും ഒന്നിലധികം പേരുണ്ട്. അപ്പൊ വൈദ്യർ എന്ന് പറയുന്നതാണ് ഇവിടെ പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണം എന്ന് പറയുന്നത്. പൂജക ബഹുവചനം ഓർത്തിരിക്കുക. എപ്പോഴും ഒരാളോടുള്ള ബഹുമാന സൂചകമായിട്ട് ബഹുവചന പ്രത്യയങ്ങൾ ചേർക്കുന്നതിനെയാണ് നമ്മൾ പൂജക ബഹുവചനം എന്ന് പറയുന്നത്. നമ്മൾ എല്ലായ്പ്പോഴും പറയാറുണ്ട്. വേറെ ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്? ശാസ്ത്രികൾ, സ്വാമികൾ,
അതുപോലെ തന്നെ പത്രാധിപർ, ന്യായാധിപർ, ഇതൊക്കെ തന്നെ മറ്റു ഉദാഹരണങ്ങളാണ്. ഇവിടെ പത്രാധിപൻ എന്നാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഏകവചനമാണ്. ഏകവചനമാണ്, ഒരാളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്, പൂജക ബഹുവചനമല്ല. അതുപോലെ തന്നെ ന്യായാധിപൻ എന്നാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിലും പൂജക ബഹുവചനം അല്ല, ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പത്രാധിപർ, ന്യായാധിപർ എന്നൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ അത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം, കുതിരയുടെ പര്യായമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ കുതിരയുടെ പര്യായമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ നഗജം, ഓപ്ഷൻ ബി ഹയം, ഓപ്ഷൻ സി ഘോടകം, ഓപ്ഷൻ ഡി പീതി. എന്താണ് പീതി? ഹയം, ഘോടകം, പീതി എന്നിവ മൂന്നും എന്താണ്? കുതിരയുടെ പര്യായങ്ങൾ തന്നെയാണ്. അപ്പം അതുകൂടെ പഠിക്കുക. കുതിരയുടെ പര്യായങ്ങൾ ഹയം, ഘോടകം, പീതി. ഹയം, ഘോടകം, പീതി ഇത് മൂന്നും കുതിരയുടെ പര്യായങ്ങളാണ്. ഇനി നഗജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നഗജം എന്ന് പറഞ്ഞാൽ ആന എന്നുള്ളതാണ് അർത്ഥം. വേറെ ഏതൊക്കെയാണ് നമ്മുടെ ആനയുടെ പര്യായങ്ങൾ എന്ന് പറയുന്നത്? ഹസ്തി, ദന്തി, വാരണം അല്ലേ? ഇതൊക്കെ നമുക്ക് ആനയുടെ പര്യായങ്ങളായിട്ട് പറയാൻ പറ്റുന്ന പദങ്ങളാണ്. അപ്പം നഗജം, ഹസ്തി, ദന്തി, വാരണം ഇവയൊക്കെ ആനയാണ്. ഹയം, ഘോടകം, പീതി ഇവയൊക്കെ കുതിരയാണ്, കുതിരയുടെ പര്യായ പദങ്ങളാണ്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക എന്നുള്ളതാണ്. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. സ്ത്രീലിംഗവും പുല്ലിംഗ രൂപങ്ങളാണ് തന്നിരിക്കുന്നത്. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ നായകൻ, നായകി, ഓപ്ഷൻ ബി തപസ്വി, തപസ്വിനി, ഓപ്ഷൻ സി ശ്വശ്വരൻ, ശ്വശ്രു, ഓപ്ഷൻ ഡി ഉപാധ്യായൻ, ഉപാധ്യായി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെങ്കിൽ ഒരു സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് നായകൻ, നായകി. ആലോചിച്ചിരിക്കും. നായകന്റെ എതിർലിംഗം എന്താണ്? നായികയാണ്. നായകൻ, നായിക. നായികയാണ് എന്ത്? നായികയാണ് എന്ത്? നായകന്റെ സ്ത്രീലിംഗ രൂപം. അപ്പൊ ഇവിടെ എന്താണ് ഉത്തരം? ഇവിടെ തെറ്റായി തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് തെറ്റായി തന്നിരിക്കുന്നത്. അപ്പൊ കൂട്ടത്തിൽ പെടാത്തതെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ തപസ്വി, തപസ്വിനി, ശ്വശ്വരൻ, ശ്വശ്രു, ഉപാധ്യായൻ, ഉപാധ്യായി. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്രദമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് മലയാള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്നു എന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു.